അച്ഛൻ്റെ മരണത്തെ ചൂഷണം ചെയ്ത് അച്ഛൻ്റെ മരണത്തിൻ്റെ പേര് പറഞ്ഞ് കാരുണ്യം കൈപ്പറ്റാനും ക്യാമറകളൊക്കെ വിളിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വരൂ, എന്നെ ഒന്ന് എടുക്കൂ, എന്നെ ഒന്ന് എടുത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇടൂ, എന്തെങ്കിലുമൊക്കെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കി എങ്ങനെയെങ്കിലൊക്കെ ശ്രദ്ധ പിടിച്ചു പറ്റി അങ്ങനെ പോകുന്ന ഒരാളൊന്നും അല്ലാതെ അയാൾ ക്യാമറകൾ കണ്ടില്ലെങ്കിലോ ക്യാമറകളില്ലെങ്കിലോ അവർക്ക് അസ്വസ്ഥതയോ അപ്പോൾ തന്നെ ആരെങ്കിലും വിളിക്കും, ഒരു ഇന്റർവ്യൂ നടത്തുക, അല്ലെങ്കിൽ ഒരു ഉഗ്രം കോൺട്രവേഴ്സി, ഒരു വിവാദം ഉണ്ടാക്കുക, എന്നിട്ട് അതൊന്ന് ചർച്ച ചെയ്യുക. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ബീന ആന്റണിയുടെ ഭർത്താവായ മനോജ് കുമാർ ഈ ഒരു കിച്ചുവിന്റെ വിഷയത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ വന്ന് പറയുന്നുണ്ട്. എന്തായാലും സാധാരണ ആൾക്കാർ പറയുമ്പോഴാണല്ലോ ഈ ഒരു പ്രശ്നങ്ങൾ വരുന്നത്. പക്ഷേ കൃത്യമായിട്ടുള്ള ആൾക്കാർ കൃത്യമായിട്ടുള്ള രീതിയിൽ പറയുമ്പോഴത്തേക്ക് എല്ലാ ആൾക്കാർക്കും ഒരു മറുപടിയും കാണത്തില്ല. കാരണം എന്ന് വെച്ചാലേ കിച്ചു എന്ന് പറയുന്ന വ്യക്തിയെ നന്നായിട്ട് അറിഞ്ഞിട്ടുള്ള ആൾക്കാരാണ് ഇതൊക്കെ. അത് പക്ഷേ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഏതൊരു സാധാരണ ആൾക്കാരാണെങ്കിലും അമ്മമാരാണെങ്കിലും ബാക്കിയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിലും പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, പറയാൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ് മനോജ് കുമാർ ഒരു വീഡിയോയിലൂടെ പറഞ്ഞേക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഒരു രേണു സുധി എന്ന് പറഞ്ഞ വ്യക്തി അങ്ങോട്ട് മെയിൻ സ്ട്രീമിനെ അങ്ങോട്ട് വിളിച്ചിട്ട് ഒരു ഇന്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഷബീന ബീവിയുടെ ചാനലിൽ ഒരു വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു വോയിസ് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഇവിടെ കേൾപ്പിക്കാം. കാരണം വെച്ചാൽ ഒന്നും വയ്യ, എന്നാൽ കാശും വേണം, റീച്ചും വേണം, എങ്ങനെയെങ്കിലും കിച്ചുവിനെ വെച്ച് കാശ് ഉണ്ടാക്കണം, റീച്ച് ഉണ്ടാക്കുക, അങ്ങനെയുള്ള ഒരു കുറേ മെന്റാലിറ്റി മാത്രമുള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്. ഞാൻ പേരൊന്നും പറയുന്നില്ല. അപ്പോൾ ആ ഒരു വ്യക്തി അങ്ങോട്ടാണ് മെയിൻ സ്ട്രീമിനെ വിളിച്ചിട്ടുള്ള കാര്യം ഒരു വോയിസിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. ഹലോ, ഇത് ചാനലല്ലേ മൂവി? അതെ, ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണേ. സാർ ഒന്നും വിചാരിക്കരുതേ. ഇപ്പൊ ഒരു നമ്മുടെ രേണുസുധീനെ ഇന്റർവ്യൂ ചെയ്തത് നിങ്ങളായിരുന്നോ? നമ്മുടെ ചാനലിൽ വന്നു. അതെ, പിന്നെ അത് നിങ്ങള് അങ്ങോട്ട് പോയിട്ട് ഇന്റർവ്യൂ ചെയ്താണോ? ഞാൻ ഒന്നും വിചാരിക്കില്ല സാറേ. അങ്ങനെ എന്തിനാണ് ആ കൊച്ചിനെ വീണ്ടും അതിലേക്ക് വലിച്ചിടുന്നത് ആവശ്യമില്ലാതെ? നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ അത് ചോദിച്ചിട്ട് എല്ലാവരും അവർക്ക് ചികിത്സക്ക് പൈസ ഇല്ലെന്ന് പറഞ്ഞ് ഇങ്ങളെ വിളിച്ചുകൊണ്ട് നമ്മൾ പോയത് അല്ല സാർ. അത് മോശമല്ലേ, പാവമല്ലേ? നമുക്ക് വീട്ടിൽ പൈസ നമ്മൾ കൊടുത്തിട്ടാണ് എടുത്തേക്കുന്നത്. അത് അറിയാം, അത് നമുക്കെല്ലാം അറിയാം. നിങ്ങൾക്ക് അവരിങ്ങോട്ട് വിളിച്ചുകൊണ്ടാണ് നമ്മൾ പോയത്. അങ്ങോട്ടാണ് വിളിച്ചിട്ടുള്ളത് എനിക്ക് ഇന്ന ഇന്റർവ്യൂ എടുക്കണം എന്നുള്ള രീതിയിൽ. അതായത് അവർ വിളിച്ചതല്ല, ഇവർക്ക് കാശിന് അത്യാവശ്യം വന്നിട്ടാണ്. സത്യം പറഞ്ഞാൽ ഒരു മനുഷ്യൻ മരണപ്പെട്ടു, ആ ഒരു മനുഷ്യനെ വിറ്റ് ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കോ? നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ പറയും അയ്യോ നിനക്ക് അങ്ങനെ വരട്ടെ, നിനക്ക് ഇങ്ങനെ വരട്ടെ എന്ന്. വളർത്തു മകൻ എന്ന് പറഞ്ഞ് വളർത്തിയിട്ട് ഒരു 6-7 വർഷം കൊണ്ട് വളർത്തി. എന്തായാലും പക്വതയായിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു കുട്ടിക്ക്. ആ കുട്ടിക്ക് 11 വയസ്സാണ് അന്നത്തെ കാലത്തെങ്കിലും ആ കുട്ടിക്ക് അത്യാവശ്യ കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാവും. അത്രയ്ക്ക് ഒന്നും അറിയാൻ പാടില്ലാത്ത കുട്ടിയൊന്നും ആയിരുന്നില്ല. അപ്പോൾ അതെല്ലാം കണ്ടു വളർന്ന് ഇത്രയും ഈ ഒരു ലെവലിൽ എത്തിയപ്പം അങ്ങോട്ട് വളർന്നപ്പോഴത്തേക്ക് പിടിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ അസൂയ എന്ന് വെച്ചാൽ മനസ്സിലിങ്ങനെ അടക്കി പിടിച്ചു വെച്ചിരിക്കുകയാണ് അസൂയ. എങ്ങനെയെങ്കിലും ഒരു വ്യക്തി തകർക്കണം എന്നുള്ള രീതിയിൽ. എന്തായാലും മനോജ് കുമാർ ആ ഒരു വീഡിയോയിലൂടെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതി തന്നെയാണ്. ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു പയ്യനെ ഇങ്ങനെയൊക്കെ വലിച്ചു കീറാൻ വേണ്ടിയിട്ട് മാത്രം ആ പയ്യൻ എന്ത് തെറ്റാണ് ഈ ഒരു സമൂഹത്തിനോടോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയോട്, വളർത്തി എന്ന് പറയുന്ന വ്യക്തിയോടോ ആ ഒരു കുടുംബത്തിനോടോ ചെയ്തിട്ടുള്ളത്? ആ ഒരു കുട്ടി അനുഭവിച്ച കുറച്ച് കാര്യങ്ങൾ വന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് നിവർത്തി കെട്ടപ്പോൾ പറഞ്ഞു. പിന്നെ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ വീഡിയോ കണ്ട് മടുത്തപ്പം വന്ന് കാര്യം പറഞ്ഞു. അതിനാണ് ഇത്ര ക്രൂശിക്കുന്നത്. നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാനിന്നൊരു വീഡിയോ ആയിട്ട് വരാൻ കാരണം ഇന്നലെ രാത്രിയാണ് ഒരു വീഡിയോ ഉണ്ട്, ഒരു പോഡ്കാസ്റ്റ്. അതായത് ശരിക്കും പറഞ്ഞ സെലിബ്രിറ്റി അല്ല, പക്ഷേ അത്യാവശ്യം ഒരു ചെറിയ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു അനുഗ്രഹീതനായ കലാകാരൻ്റെ, നമ്മളെയൊക്കെ വിട്ടുപോയ ഒരു അപകടത്തിൽ വിട്ടുപോയ നമ്മളെയൊക്കെ കൂടെ ചിരിപ്പിച്ച മിമിക്രി കലാകാരൻ, ചലച്ചിത്ര നടൻ, സ്റ്റാർ മാജിക് എന്ന പരിപാടിയിലൂടെയൊക്കെ വളരെയധികം ആരാധകരെ നേടിയ കൊല്ലം സുധി, അദ്ദേഹത്തിൻ്റെ മരണം ഒരു വല്ലാത്ത എന്താ പറയുക, ഒരു ഞെട്ടലുളവാക്കിയ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോൾ അതിനുശേഷം പിന്നീട് കൊല്ലം സുധി വളരെയധികം ചർച്ചാ വിഷയമായി. കൊല്ലം സുധിയുടെ ഫാമിലിയും എല്ലാവരുടെ ഇടയിലും ചർച്ചാ വിഷയം. നമുക്കൊക്കെ അറിയാവുന്ന കാര്യം. സുധിയുടെ ഫാമിലി ലൈഫും കാര്യങ്ങളൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അന്നാണ് കൂടുതൽ ജനങ്ങൾ അറിയുന്നത്. അതിനുശേഷം ഉണ്ടായ കാര്യങ്ങളും കോൺട്രവേഴ്സിയും എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഞാൻ പറയേണ്ട ആവശ്യമില്ല. അതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് കിച്ചു. അതായത് സുധിയുടെ ആദ്യ ഭാര്യയിലുണ്ടായ മകൻ. അമ്മയെ വളരെ ചെറുപ്പത്തിൽ കൈക്കുഞ്ഞായിരിക്കുന്ന സമയത്ത് തന്നെ അമ്മാവനെ വിട്ടുപോയി. സുധി അച്ഛനാണ് വളർത്തിയത്. പിന്നീട് അവൻ്റെ ജീവിതത്തിൽ രണ്ടമ്മമാർ വന്നെങ്കിലും ഈ 10 അമ്മ ജമിഞ്ഞാലും പെറ്റമ്മയാവില്ല എന്ന് പറയുന്ന പോലെ അതൊക്കെ അവൻ്റെ ഒരു ജീവിതം എന്ന് പറഞ്ഞ ജേണി അങ്ങനെയായിരുന്നു. അച്ഛനോട് പോയതോടെ അവൻ പരിപൂർണ്ണമായി അനാഥനായി. അവനെ അച്ഛൻ്റെ രക്തത്തിൽ പറഞ്ഞ പെറ്റമ്മയാകത്തില്ലെന്ന്. അത് ശരിയാണ്. ഏച്ചി കെട്ടിയ മുഴിച്ചു തന്നെ ഇരിക്കും. കാരണം ഒരു വ്യക്തിയെ അതിന്റെ വളർത്തു മകനാണെന്ന് കണ്ടു പോയാൽ പിന്നെ ആ ഒരു രീതിയിലേ കാണത്തുള്ളൂ. പിന്നെ അല്ലാണ്ട് ഇനി എത്രയൊക്കെ എൻ്റെ മകനാണ് എന്ന് പറഞ്ഞാലും അത് ആ രീതിയിലേ പോകത്തുള്ളൂ. അതാണ് അവിടുത്തെ. പ്രത്യേകിച്ച് ഈ ഒരു 11 വയസ്സൊക്കെ ആകുമ്പോൾ ഇത്തിരി അറിവായിട്ടുള്ള പ്രായങ്ങളാണ്. അപ്പോൾ ആ ഒരു പ്രായത്തിൽ ആ ഒരു കുട്ടിക്കും അറിയാം എൻ്റെ അമ്മയല്ലാന്ന്, അവർക്കും അറിയാം ഇത് ഭർത്താവിൻ്റെ ആദ്യ ഭാര്യയിലുള്ള ഒരു കുട്ടിയാണ് എന്നൊക്കെ കൃത്യമായിട്ട് അറിയാം. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി കേൾക്കാം. ഞാൻ പറഞ്ഞു വരുന്ന വേദം കൊണ്ടല്ല,
സുധി എനിക്ക് തോന്നുന്നത് ജീവിച്ചിരിക്കുമ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ജനങ്ങളുടെ ഇടയിൽ അറിയപ്പെട്ടത് മരിച്ചതിന് ശേഷം. അത് പല രീതിയിൽ, നല്ല രീതിയിലും എല്ലാം ആളുകൾക്ക് സുധിയുടെ മരണത്തെ, സുധിയെ കണ്ടത്, അല്ലെങ്കിൽ സുധിക്ക് ആ കുടുംബത്തിന് എന്തെങ്കിലും ചെയ്യണം, സുധിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെയുള്ള ചിന്തകൾ, അതൊക്കെ നമുക്കറിയാം. പിന്നെ അതോടൊപ്പം തന്നെ വിവാദങ്ങളും വന്നിട്ടുണ്ട് സുധിയുടെ പല കാര്യങ്ങളും ചൊല്ലി. പക്ഷേ ഇവിടെ ഒന്ന് ഈ മകൻ അച്ഛൻ്റെ മരണത്തെ ഒരിക്കലും ദുരുപയോഗം ചെയ്തിട്ടില്ല, ചൂഷണം ചെയ്തിട്ടില്ല. കാരുണ്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ സിമ്പതിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ അതിനെ വെച്ച് അതിനെ വെച്ചിട്ട് അവനൊന്നും ചെയ്തിട്ടില്ല. അവൻ വളരെ അവനിലേക്ക് തന്നെ ഒതുങ്ങി ജീവിക്കുന്ന മരണത്തെ അവനൊരിക്കലും എടുത്തിട്ട് അവന് ജീവിക്കാനുള്ള ഒരു വരുമാനമാക്കിയൊന്നും മാറ്റിയില്ല. അപ്പോൾ അതൊക്കെ അവൻ്റെ ഒരു ക്വാളിറ്റിയാണ്. പക്ഷേ ആ പയ്യനെക്കുറിച്ച് ഒരുപാട് കോൺഗ്രന്റ് ആരോപണങ്ങൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. അവനതിനൊക്കെ വളരെ പക്വതയുടെ പാകതയോടെ തന്നെ നേരിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് അവനെ കാണുമ്പോൾ അത്ഭുതം തോന്നാതെ, ഈ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട മക്കൾ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു മനസ്സായിരിക്കും അവർക്ക്. കാരണം അവൻ്റെ അച്ഛൻ്റെ വീട്ടുകാർ അവന് പരിപൂർണ്ണ സ്നേഹവും സംരക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അച്ഛനമ്മ എന്ന് പറയുന്നത് അതൊരു വലിയ അത് നഷ്ടപ്പെടുമ്പോഴേ നമുക്ക് അതിൻ്റെ വില അറിയുള്ളൂ. അപ്പോൾ ഞാനിത് പറയാൻ കാരണം ഇപ്പോൾ ഈ അടുത്തിടെ ഇങ്ങനെ ഒരുപാട് വാർത്തകൾ, ഇപ്പം ഇന്ന് തിങ്കളാഴ്ച ഒരു വാർത്ത അമ്മയുടെ തലക്കടിച്ചു, മകൻ അമ്മയുടെ തലക്കടിച്ചു കൊന്നു, പെറ്റമ്മയുടെ. ഇന്നലെ അച്ഛനെ തലക്കടിച്ചു കൊന്നു ഒരു മകൻ. പിന്നെ പക്വതയുടെ ഒരു അംശം പോലും ആ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികൾക്ക് ഇല്ല എന്നാണ് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ആ ഒരു പോഡ്കാസ്റ്റ് കണ്ടതിന് ശേഷമാണ് മനോജ് ഈ ഒരു കിച്ചുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത്. കാരണം എത്രത്തോളം ഒരു മനുഷ്യനെ ചവിട്ടി അരയ്ക്കാൻ പറ്റുമോ അത്രത്തോളം ചവിട്ടി അരയ്ക്കുന്നുണ്ട്. കുറേ നെഗറ്റീവായിട്ട് ആൾക്കാരും ഇതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ പല ആൾക്കാരും ചിന്തിച്ചിരിക്കുന്നത് ഇവരെന്തോ പുണ്യപ്രവൃത്തി ചെയ്തിട്ടിരിക്കുന്ന ഒരു വ്യക്തി എന്നാണ് ഇവരെല്ലാവരും ചിന്തിച്ചേക്കുന്നത്. മനസ്സിലാവുന്നില്ല. ആ ഒരു പയ്യന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവും. എന്തായാലും നമുക്ക് ബാക്കി കേൾക്കാം. ഒരു അച്ഛനെ അമ്മയും കൊന്നു ഒരു മകൻ. ഇതൊക്കെ ചെറുപ്പക്കാരാണ്, 20-22 വയസ്സൊക്കെ ഉള്ള പിള്ളേരാണ് ഈ പറയുന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നറിയില്ല. അതിന് മുമ്പ് അപ്പോൾ തന്നെ ഞാൻ കേട്ട ഒരു അമ്മയുടെ മാല അവനും മകനും കൂട്ടുകാരനും കൂടെ വീട്ടിൽ നിന്ന് കഴുത്തിൽ നിന്ന് പൊട്ടിച്ചെടുത്ത് പോയി. കണക്കത്തിൽ പിടിച്ച് എല്ലാം ഉണ്ട് കഴിക്കുള്ളിൽ. എന്നിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഭയാനകമായ ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ട് ഈ കുട്ടികൾ ഈ പ്രായത്തിലുള്ള പിള്ളേർ ഇങ്ങനെ ആയിപ്പോകും? അവരുടെ ലോകം എന്ന് പറഞ്ഞാൽ വേറെയാണ്. പോകും അവരുടെ സുഹൃത്തുക്കൾ, അവർക്ക് ലാവിഷായിട്ട് ജീവിക്കാൻ പൈസ വേണം. അച്ഛനമ്മന്നൊക്കെ പറയുന്നത് ATM പോലെയാണ്. അത് കൊടുത്തില്ല ഞാൻ ATM തല്ലിപ്പൊളിക്കുന്ന പറഞ്ഞ അവസ്ഥയാണ്. ലഹരിക്ക് അടിമപ്പെടുക, അല്ലെങ്കിൽ എന്തും ചെയ്യാനുള്ള മനസ്സ്, ക്രൂരമായ മനസ്സ്, മൃഗങ്ങൾ പോലും മാറി നിൽക്കുന്ന അത്രയും വലിയൊരു മൃഗങ്ങൾ പോലും ചെയ്യില്ല അങ്ങനെയൊന്നും. അതുപോലത്തെ മനസ്സാണ് ഈ മനുഷ്യർക്കുള്ളത്. ഈ തലമുറയ്ക്ക് എന്ത് പറ്റി? ഇവിടെ നമ്മുടെ മകനെ, നമ്മുടെ വീട്ടിലൊരു 20-22 വയസ്സുള്ള ഒരു മകനുണ്ട്, എൻ്റെ വീട്ടിലുണ്ട്. ആ മകനെ പോലും നമുക്കിങ്ങനെ ഭീതിയോടെ കാണേണ്ട അവസ്ഥയാണ്. കാരണം ദൈവമേ നമ്മളെ വല്ല ആക്രമിക്കുമോ, നമ്മളെ കൊല്ലുമോ? കാരണം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ചെയ്യാല്ലേ? ഇവിടെയാണ് ഞാൻ ഈ കിച്ചു എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ്റെ, സത്യം പറഞ്ഞാൽ അവന് വഴിതെറ്റി പോകാനുള്ള എല്ലാ ചാൻസ് ഉണ്ടായിട്ടും അവൻ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും താളപ്പുഴകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ അവനെ കണ്ടിട്ടുമില്ല. പക്ഷേ അവൻ ഇരിക്കുന്നതും സംസാരിക്കുന്നതും കാണുമ്പോൾ അറിയാം വളരെ പാകതയും പക്വതയുള്ള, ജീവിതത്തെക്കുറിച്ച് ഒരുപാട് വീക്ഷണമുള്ള, സ്വന്തമായിട്ട് ഏണിങ്സ് ഉണ്ടാക്കണം, പഠനം പൂർത്തിയാക്കണം, സ്വന്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം, കുറച്ച് സ്വപ്നങ്ങളുണ്ട് അവന്. അതൊക്കെ അവന് ചെയ്യണം എന്നുള്ള, അതിന് വേണ്ടിയിട്ട് അവനിൽ എന്താണോ കഴിവുള്ളത് അത് വെച്ച് അവൻ ചെയ്യുന്നു. അല്ലാണ്ട് ആരും അച്ഛൻ്റെ മരണത്തെ ചൂഷണം ചെയ്ത് അച്ഛൻ്റെ മരണത്തിൻ്റെ പേര് പറഞ്ഞ് കാരുണ്യം കൈപ്പറ്റാനോ, ക്യാമറകളൊക്കെ വിളിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വരൂ, എന്നെ ഒന്ന് എടുത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇടൂ, എന്തെങ്കിലുമൊക്കെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കി എങ്ങനെയെങ്കിലൊക്കെ ശ്രദ്ധ പിടിച്ചു പറ്റി അങ്ങനെ പോകുന്ന ഒരാളൊന്നും അല്ലാതെ. അതൊക്കെ ഇങ്ങനെ നമുക്കറിയാം, സമൂഹത്തിൽ അങ്ങനെ കുറേ ആളുകളുണ്ട്. അതിനെ ചൂഷണം ചെയ്യുക, എന്നിട്ട് സഹതാപം ഉണ്ടാക്കുക, സിമ്പതിയുടെ പുറത്ത് കുറച്ച് ഡോളേഴ്സ് എന്ന് പറയുന്ന പോലെ സിമ്പതിയുടെ പുറത്ത് ഇങ്ങനെ ജീവിച്ച് പോകാൻ ആഗ്രഹിക്കുന്നവർ. അവർക്ക് ഈ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. കുറച്ച് നാൾ ക്യാമറകൾ കണ്ടില്ലെങ്കിലോ ക്യാമറകളില്ലെങ്കിലോ അവർക്ക് അസ്വസ്ഥത, അപ്പോൾ തന്നെ ആരെങ്കിലും വിളിക്കും, ഒരു ഇന്റർവ്യൂ നടത്തുക, അല്ലെങ്കിൽ ഒരു ഉഗ്രൻ കോൺട്രവേഴ്സി, ഒരു വിവാദം ഉണ്ടാക്കുക, എന്നിട്ട് അതൊന്ന് ചർച്ച ചെയ്യുക എല്ലാവരും. അങ്ങനെ അവർക്ക് ജീവിതത്തിൽ സമൂഹത്തിൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ്. എന്നിട്ട് ആളുകളുടെ സിമ്പതി വാങ്ങിച്ച് പറ്റിയിട്ട് വേണം ഓരോന്നൊക്കെ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടും കാൽക്കുലേറ്റ് ചെയ്ത് ജീവിക്കുന്നവരെ. പക്ഷേ ഇന്ന് ഈ കള്ളത്തരങ്ങളും കള്ളനാണയങ്ങളൊക്കെ കാലം തിരിച്ചറിയും. അത് ഈ സപ്പോർട്ട് ചെയ്തവർ തന്നെ മനസ്സിലാക്കുക. എത്രയും ശരിയായിട്ടുള്ള കാര്യമാണ്. കാരണം കിച്ചു ആ ഒരു പോഡ്കാസ്റ്റിൽ വന്നിട്ടും തൻ്റെ അച്ഛനെ കുറിച്ചിട്ടോ അല്ലാണ്ട് ഈ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികളെ കുറിച്ചിട്ടോ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. കാരണം അവർ ചോദിക്കുന്ന ആ ഒരു ചോദ്യത്തിന് മാന്യമായിട്ടുള്ള പക്വമായിട്ടുള്ള രീതിയിലുള്ള ആൻസറുകളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഈ ഒരു മനോജ് എന്ന് പറയുന്ന വ്യക്തി ആ ഒരു മൊത്തത്തിൽ ആ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട്. ആ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ തന്നെ ആൾക്ക് മനസ്സിലാവും. പക്ഷേ കിച്ചുവിന് പല തെറ്റുകളും പറ്റിയിട്ടുണ്ടെന്ന് കിച്ചു തുറന്ന് പറയുന്നുണ്ട്, എല്ലായിടത്തും പറയുന്നുണ്ട്. എൻ്റെ മനസ്സിനകത്ത് ഇത്ര കാര്യങ്ങളുണ്ട്, അത് ഞാൻ തുറന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ പൊട്ടിത്തെറിക്കും, ബോംബാണ്, മറ്റേതാണ്, മറിച്ചതാണ് എന്ന് പറയുന്നത്. പക്ഷെ ഒന്നും പറയത്തുമില്ല. കാരണം കിച്ചനെ കൊണ്ട് എങ്ങനെയെങ്കിലും റീച്ച് ഉണ്ടാക്കുക, ഈ ഒരു എന്താ പറയാ മെയിൻ സ്ട്രീമിൽ ഇങ്ങനെ നിൽക്കുക, കടിച്ചു പിടിച്ച് ഇങ്ങനെ നിൽക്കുക. കിച്ചു എന്നുള്ളൊരു പേരിട്ടാലും കുറച്ച് വഷളത്തരം പറഞ്ഞു വിട്ടാലും ആ ഒരു കുട്ടിയുടെ പേരിൽ റീച്ച് ആകും നന്നായിട്ട് അറിയാം. കിച്ചു ഇപ്പം സ്വന്തമായിട്ടൊരു ഷോപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ആൾക്ക് അസൂയ കൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല. എങ്ങനെയെങ്കിലും ഇങ്ങനെ സോഷ്യൽ മീഡിയയിലോട്ട് വന്നാൽ ആലോചിക്കുകയാണ്. സാധാരണ എന്തെങ്കിലും പെട്ടെന്ന് ഒരു അസുഖം വന്നാൽ നമ്മൾ വിചാരിക്കുക ദൈവമേ നമുക്ക് പെട്ടെന്ന് കുറയണേന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ ഓരോ ദിവസം തള്ളി നീക്കുന്നത്. പക്ഷെ ഇതങ്ങനെയൊന്നുമില്ല. ഇത് എങ്ങനെയെങ്കിലും സോഷ്യൽ മീഡിയയിൽ വരണം, ക്യാമറയിൽ ഫോക്കസ് ചെയ്ത് നിൽക്കണം, എങ്ങനെ എക്സ്പ്രഷൻ തുടങ്ങാൻ വേണ്ടി മാത്രം നിന്നാൽ മഹാവൃത്തികേടായിരിക്കും എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എന്തായാലും പെട്ടെന്ന് തന്നെ തിരിച്ചു വരട്ടെ എന്ന് നമ്മൾ പറയും. പക്ഷേ വെച്ച് സഹതാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതൊന്നും അത്ര നല്ലതല്ല.
പക്ഷേ ഇവൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇവനതൊന്നും ചെയ്യുന്നില്ല. അതാണ് ഇവൻ്റെ ക്വാളിറ്റി. ഇന്നത്തെ ചെറുപ്പക്കാരൻ കണ്ടുപിടിക്കട്ടെ. അവൻ്റെ ഈ ഒരു ആർജവം, അവനൊരു വീട് പണിയണം, അവനൊരു സ്ഥലം വാങ്ങിക്കണം, ഈ വർഷമെങ്കിലും എനിക്ക് അടുത്ത വർഷമെങ്കിലും ഒരു സ്ഥലം വാങ്ങിക്കണം. അവൻ്റെ സ്വപ്നങ്ങളാണ്. ആ സ്വപ്നങ്ങളിലേക്ക് അവൻ വെറുതെ ഇരിക്കുകയല്ല. അവൻ അതും പറഞ്ഞുകൊണ്ട് ആരെങ്കിലും എനിക്ക് താന്ന് പറഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ട് അവൻ ഓരോന്ന് സംരംഭങ്ങൾ തുടങ്ങുന്നു. അവൻ്റെതായ രീതിയിൽ അവൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. അവനത് ചെയ്താണ് അവൻ പോകുന്നത്. അത് അവൻ്റെ സ്വപ്നങ്ങൾ പൂവണിയട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. ചെറുപ്പക്കാർക്ക് ഒരു മാതൃകയാണ്. അവനൊരു 10 കാശ് അവൻ്റെ സ്വന്തം കാലിൽ നിന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അത് ആരെയും വിറ്റിട്ടോ ആരെയും ചൂഷണം ചെയ്തിട്ടില്ല. അതുകൊണ്ട് പൊന്നുമോനെ കിച്ചു, നിനക്കുണ്ടാ അവർ നിന്റെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു. ഞാൻ അതിനൊന്നുമല്ല. കേരളത്തിൽ ഒരുപാട് പേര് നിന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, സുധിയെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ നിനക്ക് തീർച്ചയായിട്ടും നിന്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്നെ സ്നേഹിക്കുന്നവർ, നിനക്ക് അനുഗ്രഹം തരുന്നവർ, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ഒരു പിതാവിനെ പോലെ അല്ലെങ്കിൽ പിതൃസ്ഥാനത്ത് അതുപോലെ കണ്ട് നിന്നെ സ്നേഹിക്കുന്നവരൊക്കെ ഉണ്ട്. മനസ്സിലായില്ലേ? അതൊക്കെ തീർച്ചയായിട്ടും നിനക്ക് എൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവും. നിന്റെ ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ നിനക്ക് പൂവണിയട്ടെ മോനെ. നീ ഒരു യുവതലമുറയ്ക്ക് ഒരു മാതൃകയായി നീ മാറണം. അച്ഛനും അമ്മയും ഇല്ലെങ്കിലും അനാഥനാണെങ്കിലും ഞാൻ ഇങ്ങനെ ജീവിച്ച് ഞാൻ എൻ്റെ ജീവിതത്തിൽ നല്ല വഴികളിലൂടെ പോയി യാതൊരു മോശം കൂട്ടുകെട്ടുകളിലോ അല്ലെങ്കിൽ മോശം വഴികളിലൂടെ പോകാതെ യുവതലമുറയ്ക്ക് നീ ഒരു മാതൃകയായി മാറണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. നിന്റെ അച്ഛൻ്റെ വീട്ടുകാർക്ക് നീ ഒരു അഭിമാനമായിട്ട് മാറണം. ഓക്കെ, ഇതൊക്കെയാണ് എനിക്ക് കിച്ചുവിനോട് പറയാനുള്ളത്. കിച്ചു, അപ്പോൾ അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് കിച്ചു മുന്നോട്ട് പോവുക. എല്ലാവരുടെയും എല്ലാവിധ പിന്തുണകളും നിനക്കുണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. നിന്റെ സ്വപ്നങ്ങൾ ചിറക് വിരിഞ്ഞ് പറക്കാൻ നിനക്ക് കഴിയട്ടെ. വേറെ ഇതിലൊന്നും നമ്മൾ മോശമായ വഴികൾ, സത്യധർമാദികൾ, നീതികളെ മുറുകെ പിടിച്ചുകൊണ്ട് വേണം നമ്മൾ എപ്പോഴും ജീവിക്കാൻ. അങ്ങനെ ജീവിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഗുണം കിട്ടും. പാകതയും പക്വതയൊക്കെ നിനക്ക് നിന്റെ സംസാരം കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു വ്യത്യാസമുണ്ട്. കാരണം ഭയങ്കരമായിട്ട് പ്രായത്തേക്കാൾ അപ്പുറമുള്ള പാകതയും പക്വതയുണ്ട്. ഒരുപാട് പ്രായമായിട്ടും ഇതൊന്നും വരാത്തവരെ നമ്മൾ കാണുന്നുണ്ട്. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത്. അത് ഞാനിപ്പോൾ ഇതിലേക്കൊന്നും കൂടുതലൊന്നും ഞാൻ ഒരു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ നിന്റെ ഇൻ്റർവ്യൂ പോഡ്കാസ്റ്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതൊരു നല്ലതാണ്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതൊരു മച്ചാൻസ് ബ്ലോഗ് അങ്ങനെ ഒരു ചാനലിലാണ്. ഒരുപാട് പേര് അത് കണ്ട് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ കിച്ചോ, അച്ഛൻ്റെ അനുഗ്രഹം, സുധിയുടെ അനുഗ്രഹം നിനക്ക് എന്നും ഉണ്ടാവുക. സുധിയുടെ ആത്മാവിൻ്റെ സാന്നിധ്യം നിനക്ക് എന്നും ഉണ്ടാവും സപ്പോർട്ടായിട്ട്. അത്രമാത്രം ചിന്തിച്ചാൽ മതി. ബാക്കിയൊന്നും നീ നോക്കേണ്ട. ആരോപണങ്ങൾ, കല്ലെറിയുന്നവർ എന്തും ചെയ്തോട്ടെ. ഇതൊക്കെ കാലം തെളിയിക്കുന്ന കാര്യങ്ങളാണ്. കല്ലെറിയുന്നവൻ എന്ന് അറിഞ്ഞുകൊണ്ട് എനിക്ക് അവസാനം കൈയടയ്ക്കുമ്പോൾ നിർത്തിക്കോളും. നീ അതിലൊന്നും തളരാൻ നിൽക്കാതെ ദൈവത്തെ മനസ്സിൽ വിചാരിച്ച് നിന്റെ അച്ഛനെ മനസ്സിൽ സ്മരിച്ച് നിന്റെ എല്ലാ നന്മകളിലേക്ക് നീ കിടക്കുക. വേറെ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. ഒരിക്കലും ജീവിക്കുമ്പോൾ വഴിതെറ്റി പോകാതെ തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. അപ്പോഴേ നീ ഒരു മാതൃകയാവുള്ളൂ. യുവതലമുറയ്ക്ക് നീ ഒരു മാതൃകയാവട്ടെ. ഈ ഒരു കിച്ചുവിന്റെ പേരിൽ ഉണ്ടാക്കിയ ഒരു കോൺട്രവേഴ്സി എന്ന് പറയുന്നത് മഹാവൃത്തികേടാണ് കേട്ടോ. അത് അതിന്റെ ആവശ്യമില്ലായിരുന്നു. ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ പെട്ടെന്ന് ദൈവത്തിനെ പ്രാർത്ഥിച്ചതിന്റെ അസുഖം കുറച്ച് തരണേ എന്നുള്ള രീതിയിൽ കൊണ്ടുപോകേണ്ട ആ ഒരു സ്ഥാനത്ത് എങ്ങനെ വളർത്ത മകനെ ഈ ഒരു സമൂഹത്തിന്റെ മുന്നിലേക്ക് വലിച്ച് കീറി എങ്ങനെയെങ്കിലും ഇടാന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു പോക്കൃത്തനം കാണിക്കുന്നത്. അത് അവിടുത്തെ ആ ഒരു മെയിൻ സ്ട്രീമിന്റെ ആ ഒരു ചാനലിനെ വിളിച്ച് ചോദിച്ചപ്പോൾ തന്നെ ആ ഒരു വോയിസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അങ്ങോട്ട് വിളിച്ചതാണ്, ഇങ്ങോട്ട് വരണം, എനിക്ക് കാശ് കുറവുണ്ട്, അപ്പൊ എനിക്ക് ഇങ്ങോട്ട് ഇന്റർവ്യൂവിന് വരണം, അപ്പൊ എന്തെങ്കിലുമൊക്കെ പൊട്ടും പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ആ ഒരു സമയം കൊണ്ട് അവർക്ക് റീച്ച് കിട്ടും, അവർക്കും കാശ് കിട്ടും, ഇവർക്കും കാശ് കിട്ടും. അങ്ങനെയുള്ളൊരു സിമ്പതി ഇല്ല. അതായത് ഇവരുടെ സിമ്പതി കണ്ട്, ഇവരുടെ സംസാരവും കരച്ചിലും സിമ്പതിയൊക്കെ കണ്ടിട്ട് നാട്ടുകാരുടെ മനസ്സ് മാറണം. എത്ര മനസ്സ് മാറിയാലും കഴിഞ്ഞതൊന്നും തിരിച്ചു വരാൻ പോകുന്നില്ല. കഴിഞ്ഞ കാര്യങ്ങളെല്ലാം അതിങ്ങനെ ക്യാമറകളിൽ പതുങ്ങി കിടപ്പുണ്ട്. ഒറ്റയ്ക്കാകുമ്പോഴാണ് ഓരോ വിഷമങ്ങൾ അറിയുന്നത്. നമ്മൾ എങ്ങനെ മുന്നോട്ട് ജീവിക്കണം, നമ്മൾ ഒറ്റയ്ക്ക് എങ്ങനെ ജീവിക്കണം, ഒറ്റയ്ക്ക് സംസാരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒറ്റയ്ക്കാകുമ്പോഴാണ് പഠിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ ഓരോ മനുഷ്യനും പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം ഈ ഒരു വീഡിയോയിലൂടെ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഈ ഒരു കാര്യം ആർക്ക് വേണമെങ്കിലും അക്സെപ്റ്റ് ചെയ്യാം, ഇല്ലാത്തവർക്ക് വേണ്ട, അത്രയേ ഉള്ളൂ. അപ്പോൾ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം അദ്ദേഹം ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അവൻ സ്വന്തമായിട്ടൊരു ബിസിനസ് ഒക്കെ തുടങ്ങിയത് ഈ ഒരു പ്രായത്തിൽ 21-22 വയസ്സിൽ ഒരു ബിസിനസ് ഒക്കെ തുടങ്ങി ആ ഒരു ബിസിനസ് എങ്ങനെയെങ്കിലും ഉയർത്തിക്കൊണ്ടുവരിക, പിന്നെ ഒരു വീട് പണിയുക, അതും ആരും ഇറക്കി വിടാത്ത തൻ്റെതായിട്ടുള്ള ഒരു വീട് പണിയുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ അതിനിടയിൽ പോലും ഒരു വ്യക്തികളെയും കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കിച്ചു ഇതുവരെയ്ക്കും മുതിർന്നിട്ടുമില്ല, അങ്ങനെ ചെയ്തിട്ടുമില്ല, അങ്ങനത്തെ ആഗ്രഹത്തോടെ സംസാരിച്ചിട്ടില്ല. എന്തായാലും ഇപ്പൊ പൊട്ടിക്കും നാളെ പൊട്ടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കത്തേ ഉള്ളൂ. എന്തായാലും ഒരു കാര്യം പറയാം, കൊല്ലം സുധിയുടെ മകൻ കൊല്ലം സുധിയെ വിറ്റ് ജീവിച്ചിട്ടില്ല, ആ ഒരു പ്രൊഫൈലും വെച്ച് ജീവിച്ചിട്ടില്ല. കൊല്ലം സുധിയുടെ മകൻ എന്നറിയാൻ മാത്രമേ ആഗ്രഹിച്ചിട്ടു എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെയാണ് സംഭവങ്ങൾ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ പുതിയ വീഡിയോ ഇട്ട് വരാം. അതെ.